ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി ഇ.ഡി. സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലാണ് തട്ടിപ്പിന്റെ ആസൂത്രകൻ എന്നാണ് കണ്ടെത്തൽ. സിംഗപ്പൂരും ചൈനയും കേന്ദ്രമാക്കിയാണ് ആസൂത്രണങ്ങൾ നടന്നതെന്നും കണ്ടെത്തലുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മലയാളികൾ നിയന്ത്രിച്ചിരുന്ന അക്കൗണ്ടുകളിലൂടെ 718 കോടി രൂപയുടെ കൈമാറ്റം നടന്നതിൽ 112 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി ചെന്നൈയിൽ പിൻവലിച്ചിരുന്നു. ലോൺ ആപ്പ് തട്ടിപ്പുകളുടെ എല്ലാം മുഖ്യ ആസൂത്രകൻ സിംഗപ്പൂർ പൗരൻ മുസ്തഫ കമാലാണെന്ന് ഇ.ഡി. അന്വേഷണത്തിൽ വ്യക്തമായി. ലോൺ ആപ്പിലൂടെ രാജ്യാന്തര കണ്ണികൾ 1650 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു നടത്തിയത്. സിംഗപ്പൂരിലുള്ള മുസ്തഫ കമാൽ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ സിംഗപ്പൂർ ക്രൈം ഏജൻസിയുടെ സഹായമാണ് നേടുന്നത്. കുറ്റവാളികളെ കൈമാറുന്നതിലും സംയുക്ത അന്വേഷണങ്ങൾക്കുമുള്ള പരസ്പര ഉടമ്പടികൾ അനുസരിച്ചാണ് സംയുക്ത അന്വേഷണം. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോപോൾ പ്രകാശ്, അലൻ സാമുൽ എന്നിവരായിരുന്നു കേസിൽ ആദ്യം അറസ്റ്റിലായിരുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി എം സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി ടി.ജി. വർഗീസ് എന്നിവർ വെള്ളിയാഴ്ച മുതൽ 4 ദിവസത്തെ ഇ.ഡി. കസ്റ്റഡിയിലാണുള്ളത്. സാധാരണക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പേരുകളിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് അക്കൗണ്ടുകൾ എടുത്തായിരുന്നു പണമിടപാടുകൾ. 2023 തട്ടിപ്പുകളുടെ തുടക്കം. കൂടുതൽ കണ്ണികൾ ഇ.ഡി. നിരീക്ഷണത്തിലാണ്. ജനം, കൊച്ചി.